ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പാഠപുസ്തകങ്ങൾ 29-നകം സ്കൂളുകളിൽ എത്തിച്ചേരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമായും പാഠപുസ്തകങ്ങളുടെ കാര്യമാണ്. പാഠപുസ്തകങ്ങളുടെ അച്ചടിയിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റുകളുടെ മാറ്റം ഉണ്ടല്ലോ അതിനിടയിൽ. ഏതായിരുന്നാലും ഞങ്ങൾ ചുമതലയേറ്റിട്ട് ഒരാഴ്ചയാകുന്നുള്ളൂ. അതിനിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പുസ്തകത്തിന്റെ കാര്യമാണ്. പുസ്തകങ്ങൾ അച്ചടി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. വിതരണവും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇന്നലെ ചില ബുക്ക് ഡിപ്പോകളിലൊക്കെ പോയി അവർ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് പരിശോധിച്ചു. അപ്പോൾ ഏറെക്കുറെ സംതൃപ്തിയുള്ള രീതിയിലാണ് പുസ്തക വിതരണം നീങ്ങുന്നത്. ഈ 29-നകം എല്ലാ സ്കൂളുകളിലും ആവശ്യമായ പുസ്തകങ്ങൾ സ്കൂളിലെത്തും. നിലവിലെ CBSE-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മാറിയതിൽ അച്ചടിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു. സ്കൂളുകൾ തുറക്കൽ എല്ലാം സജ്ജമാണ്. CBSE ഫലവുമായി ബന്ധപ്പെട്ട് സാധിക്കുന്ന ചില ഇടപെടലുകൾ നടത്തുമെന്നും മലബാറിലെ +1 സീറ്റ് ക്ഷാമം അധിക ബാച്ചുകൾ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ +1 സീറ്റ് ക്ഷാമമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. മലബാർ ജില്ലകളിൽ അതുപോലെ തന്നെ മറ്റു ചില ജില്ലകളിലും ഉണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ, സ്ഥിരമായ ബാച്ച് നൽകണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇത് സമയമെടുക്കും. ഞങ്ങളിപ്പോൾ അതിലെടുത്തിട്ടുള്ള തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അനുവദിച്ച അഡീഷണൽ ബാച്ചുകൾ 354 അഡീഷണൽ ബാച്ചുകളുണ്ട്. ആ അഡീഷണൽ ബാച്ചുകൾ ഉൾപ്പെടെ ഇത്തവണ നിലവിലുള്ള സ്ഥിര ബാച്ചുകൾക്കൊപ്പം അലോട്ട്മെന്റ് നടത്തും. പിന്നെ അതിന് ആവശ്യമായ മാർജിനൽ ഇൻക്രീസും കൊടുക്കും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.